ഓം ശ്രീ ഗണേശായ നമ. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്രപഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 51-ാമത്തെ ശ്ലോകം പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 52. ഇതിൽ ദേവിയുടെ കണ്ണുകളെ പറ്റിയാണ് വീണ്ടും വിവരിക്കുന്നത്. നമുക്കാദ്യം ശ്ലോകം വായിക്കാം. ശ്ലോകം 52. ഗതേ കർണാഭ്യർണം ഗരുദൈവ പഷ്മാണി ദദതി പുരാം ഭേത്തുശ്ചിത്തപ്രശമരസവിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാധരപതികുലോത്തം സകലികേ തവാകർണ്യാകൃഷ്ടസ്മരശരവിലാസം കലയതഃ. ഇവിടെ വാക്കുകൾ ഗതേ കർണാഭിഹി അർണം കർണാഭ്യർണം ഗരുത ഇവ പഷ്മാണി ദദതി പുരാം ഭേത്തുഹു ചിത്തപ്രശമരസവിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാധരപതികുലകുലഃ ഉത്തംസ കലികേ ഗോത്രാധരപതികുലോത്തംസ കലികേ തവാകർണ്യ ആകൃഷ്ടസ്മരശരവിലാസം കലയതഃ. തവ ആകർണ ആകൃഷ്ട സ്മരശരവിലാസം കലയതഃ. ഗതേ ഗമിച്ചത്, പ്രാപിച്ചത്. കർണാഭി അർണം കർണങ്ങൾ, ചെവികളുടെ അർണം അറ്റം അല്ലെങ്കിൽ സമീപം. കർണാഭ്യർണം ഗതേ കർണാഭ്യർണം ശ്രോത്ര സമീപത്തെ പ്രാപിച്ചും എന്നർത്ഥം. അതായത് ചെവിയുടെ അറ്റം വരെ നീണ്ടതും. ഗരുദ ഇവ ഗരുദം തൂവലാണ്. ഗരുമാൻ എന്നു പേരുണ്ട് ഗരുഡന്. ഗരുഡൻ എന്നൊക്കെ അർത്ഥം. അപ്പം ഗരുത ഇവ, ഗരുത എന്ന് പറഞ്ഞാൽ തൂവൽ എന്നർത്ഥം. വലിയ പക്ഷികളുടെ തൂവലിനെയാണ് ഗരുത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കങ്കപത്രം എന്ന് പറയും. കങ്കങ്ങൾ വലിയ പക്ഷികൾ, പത്രങ്ങൾ ചിറകുകൾ. അപ്പോൾ വലിയ ചിറകുകളാണോ എന്ന് തോന്നും വണ്ണം അതുപോലെ ഇരിക്കുന്ന പഷ്മാണി ദദതി. പഷ്മങ്ങൾ കണ്ണുകളുടെ രോമങ്ങളെയാണ് പഷ്മങ്ങളെന്ന് പറയുന്നത്. അതായത് നമ്മുടെ കൺപീലികളെ ധരിച്ചും. അതാണ് പഷ്മാണി ദദതി ധരിക്കുക. അപ്പം പുരികങ്ങളല്ല കൺപീലികളെ ധരിച്ചും. പുരാംഭേത്തുഹു പുരങ്ങളെ ഭേദിച്ചവൻ. ആരാണ് പുരങ്ങളെ ഭേദിച്ച? ത്രിപുരാന്തകൻ മഹാദേവൻ. അപ്പം 3 പുരങ്ങളെ നശിപ്പിച്ചവനായ മഹാദേവൻ്റെ ചിത്തപ്രശമരസവിദ്രാവണഫലേ, ചിത്തം മനസ്സ്, പ്രശമം ശാന്തത, വിശ്രാവണഫലേ ആ ശാന്തരസത്തെ നശിപ്പിക്കുക, വിദ്രാവണം ചെയ്യുക, നശിപ്പിക്കുക എന്ന ഫലം എന്ന് പറഞ്ഞാൽ പ്രയോജനം. അപ്പം മഹാദേവൻ്റെ മനസ്സിലുള്ള വിരക്തിയാകുന്ന ശാന്തരസത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ പ്രയോജനത്തോടു കൂടിയും. ഇമേ നേത്രേ ഈ 2 കണ്ണുകൾ, നേത്രം കണ്ണുകളാണ്, ഈ 2 നേത്രങ്ങൾ. ഇമേ നേത്രേ ദ്വിവചനം. അപ്പോൾ ഗോത്രാധരപതി കുലോത്തംസ കലികി. ഗോഹോ എന്ന് പറഞ്ഞാൽ ഭൂമി, ഗോത്ര എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയെ, ധരപതി ധരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിദേവിയെ ധരിക്കുന്നതിൽ
പതികുലോത്തംസം ഏറ്റവും മുകളിൽ നിൽക്കുന്നവൻ ആയ അതിൻ്റെ ആ പർവ്വതരാജൻ്റെ, അതായത് പർവ്വതരാജകുലാവതംസയായ ആ പർവ്വതകുലത്തിൽ ശ്രേഷ്ഠമായ ഹിമാലയ പർവ്വതത്തിൻ്റെ മകളായ പാർവതി ദേവി, അതാണ് ഇവിടെ ഗോത്രാധരപതികുലോത്തംസ കലിക. കലിക എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടി എന്നെടുക്കാം. ആക്ച്വലി കലിക മുട്ടാണ്. അപ്പോൾ പർവ്വതരാജൻ്റെ മകളായ പാർവതി ദേവി, തവ നിന്തിരുവടിയുടെ ആ പാർവതി ദേവിയുടെ ആ കർണം ചെവി വരെ ആകൃഷ്ടം, വലിച്ചു നീട്ടിക്കൊണ്ടുപോയ സ്മരശരവിലാസം. സ്മരൻ കാമദേവൻ്റെ ഭാര്യയാണ് മന്മഥൻ. അപ്പം ആ കാമദേവൻ്റെ ആകർണ ആകൃഷ്ട സ്മരശര വിലാസം, കർണത്തിൻ്റെ അറ്റം വരെ ചെവി വരെ വലിച്ചു പിടിക്കപ്പെട്ട മന്മഥബാണത്തിൻ്റെ വിലാസത്തെ കലയത ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗതേ കർണാഭ്യർണം, ശ്രോത്ര സമീപത്തെ പ്രാപിച്ചും, ഗരുതൈവ വലിയ തൂവലാണോ എന്ന് തോന്നും വണ്ണം ഇരിക്കുന്ന, കങ്കപത്രങ്ങളോ എന്ന് തോന്നും വണ്ണം ഇരിക്കുന്ന, പഷ്മാണീ ദദതി നേത്രരോമങ്ങളെ ധരിച്ചും കൺപീലികളെ ധരിച്ചും, പുരാംഭേത്തുഹു 3 പുരങ്ങളെയും നശിപ്പിച്ചവനായ ത്രിപുരാന്തകൻ്റെ എന്നർത്ഥം. ചിത്തപ്രശമ രസം, മനസ്സിലുള്ള വിരക്തിയാകുന്ന ശാന്തരസത്തെ വിദ്രാവണം ചെയ്യുക. വിദ്രാവണം നശിപ്പിക്കുക. ഫലം പ്രയോജനം. അപ്പം മഹാദേവൻ്റെ മനസ്സിലുള്ള വിരക്തിയാകുന്ന ശാന്തരസത്തെ നശിപ്പിക്കുക എന്ന പ്രയോജനത്തോടു കൂടിയും, ഇമേ നേത്രേ ഈ 2 കണ്ണുകൾ, ഗോത്രാധരപതികുലോത്തംസകലികേ ഗോത്രങ്ങളിൽ രാജനായിരിക്കുന്ന ഭഗവാന്റെ. അപ്പോൾ ഇവിടെ കർണപര്യന്തം വലിച്ചു പിടിക്കപ്പെട്ട മന്മഥ ബാണിൻ്റെ വിലാസത്തെ ചെയ്യുന്ന എന്നർത്ഥം. കലയത ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടുത്തെ ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഗതേ കർണാഭ്യർണം ഗരുദൈവ പഷ്മാണി ദധതി പുരാംഭേത്തുച്ചിത്തപ്രശമരസവിദ്രാവണവലേ ഇമേ നേത്രേ ഗോത്രാധരപതികുലോത്തംസകലികേ തവാകർണാകൃഷ്ടശരധരവിലാസം ഗോത്രാധരപതികുലോത്തംസകലികേ തവാകർണാകൃഷ്ടസ്മരശരവിലാസം കലയത. അല്ലയോ പർവ്വതരാജകുലോത്തംസയായ പാർവതി ദേവി, നിന്തിരുവടിയുടെ ശ്രോത്ര സമീപത്തെ പ്രാപിച്ചും, കങ്കപത്രങ്ങളോ എന്നു തോന്നും വണ്ണമുള്ള നേത്രരോമങ്ങളെ ധരിച്ചും, ത്രിപുരാന്തകൻ്റെ മനസ്സിലുള്ള ശാന്തരസത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ വിരക്തിയെ, ആ ഭഗവാന്റെ ചിത്തത്തിലുള്ള ശാന്തരസമാകുന്ന ആ വിരക്തിയെ നശിപ്പിക്കുക എന്ന പ്രയോജനത്തോടു കൂടിയും ഇരിക്കുന്ന ഈ 2 നേത്രങ്ങൾ, ഈ 2 കണ്ണുകൾ കർണപര്യന്തം, കർണം ചെവിയുടെ അറ്റം വരെ വലിച്ചു പിടിക്കപ്പെട്ട നീണ്ട എന്നർത്ഥം മന്മഥബാണൻ്റെ വിലാസത്തെ ചെയ്യുന്നു. അപ്പം അർത്ഥം ഒന്നുകൂടെ പറയാറില്ലയോ? പർവ്വതരാജകുലോത്തംസയായ പാർവതി ദേവി
നിന്തിരുവടിയുടെ ശ്രോത്ര സമീപത്തേത് പ്രാപിച്ചും വലിയ തൂവലുകൾ ആണെന്ന് തോന്നത്തക്ക വണ്ണമുള്ള നേത്രരോമങ്ങളെ നേത്രരോമങ്ങളെ ധരിച്ചും ത്രിപുരാന്തകൻ മനസ്സിലുള്ള ശാന്തരസത്തെ അല്ലെങ്കിൽ ആ മഹാദേവൻ്റെ മനസ്സിലുള്ള ശാന്തഭാവത്തെ ഇല്ലാതാക്കി, അതാണ് നശിപ്പിക്കുക എന്ന് പറഞ്ഞത്, ഇല്ലാതാക്കി അതായത് മഹാദേവൻ്റെ മനസ്സിലുള്ള ആ ശാന്തരസം, ആ വിരക്തിയെ ഇല്ലാതെയാക്കിയിട്ട് അതിനെ പ്രയോജനപ്പെടുത്തി 2 കണ്ണുകൾ ചെവി വരെ വലിച്ചു പിടിക്കപ്പെട്ട മന്മഥബാണം കാമദേവൻ്റെ അമ്പുവില്ല്, ആ വില്ല് അല്ലാത്ത അമ്പ്, ആ അമ്പിൻ്റെ വിലാസത്തെ ചെയ്യുന്നു എന്നർത്ഥം. ഒന്നുകൂടെ തിരിച്ച് പറഞ്ഞാൽ കങ്കപത്രം എന്ന് പറഞ്ഞാൽ ബാണങ്ങളുടെ ചിറകായി ഉപയോഗിക്കപ്പെടുന്ന ആ പരുന്ത് എന്ന പക്ഷിയുടെ തൂവലാകുന്നു. ഇനി മനസ്സിൻ്റെ ചിറക് എന്നും നമുക്കെടുക്കാം, 2 അർത്ഥമുണ്ട്. അല്ലയോ ദേവി, നിന്തിരുവടിയുടെ 8 ഹൃദയകമലത്തിൽ കാണുന്ന ആ ശ്രോത്ര ഇന്ദ്രിയങ്ങളെ കാണുന്ന നേത്രങ്ങൾ ചെവിയോളം വലിച്ചു പിടിക്കപ്പെട്ട മന്മഥബാണങ്ങളുടെ സൗഭാഗ്യത്തെ ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവ കർണപര്യന്തം വ്യാപിച്ചും ബാണച്ചിറകുകൾ പോലെയുള്ള നേത്രരോമങ്ങളെ ധരിച്ചും ഇരിക്കുന്നു. ഈ മന്മഥബാണ പ്രയോഗത്തിൻ്റെ പ്രയോജനം ത്രിപുരാന്തകനായിരിക്കുന്ന പരമേശ്വരൻ്റെ അന്ധകരണത്തിലുള്ള വിഷയവിരക്തിയെ നശിപ്പിച്ച് അപ്പം ചെവിയുടെ അറ്റം വരെ വ്യാപിച്ചിരിക്കുന്ന കാമദേവൻ്റെ ചിറകുകൾ അല്ലെങ്കിൽ വലിയ പക്ഷിയുടെ ചിറക് പോലെയുള്ള നേത്രരോമങ്ങളെ ധരിച്ചിരിക്കുന്നു. മന്മഥബാണപ്രയോഗത്തിൻ്റെ പ്രയോജനം ത്രിപുരാന്തകനായിരിക്കുന്ന ആ മഹാദേവന് പരമേശ്വരൻ്റെ അന്ധകരണത്തിലുള്ള പരമശിവൻ്റെ അന്ധകരണത്തിലിരിക്കുന്ന വിഷയവിരക്തിയെ നശിപ്പിച്ച് ശൃംഗാരരസങ്ങളെ ഉൽപ്പാദനം ചെയ്യുന്നതാകുന്നു. അപ്പം 3 കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ ചെയ്തത് ഇവിടെ? ആ നേത്രങ്ങളെ 2നെയും ധരിച്ചു, മന്മഥബാണൻ്റെ ഇത് പ്രയോഗിച്ചു, പിന്നെയോ രണ്ടാമത്തേത് ശൃംഗാര വികാരങ്ങളെ ഉൽപ്പാദനം ചെയ്യുക. 3-മത്തേത് ആ കർണവ്യാപ്തി, ബാണധർമ്മമായ കർണവ്യാപ്തി, കങ്കപത്രം വിഷയമായിരിക്കുന്ന വിരക്തി, ഭഞ്ജനം, ഈ 3 ഗുണവും ഇവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് പഞ്ചബാണവിലാസം പിന്നെ ശൃംഗാരരസങ്ങളെ ഉൽപ്പാദനം ചെയ്യുകയും ചെവി വരെ നീണ്ടിരിക്കുന്ന ആ കണ്ണുകളെ ഇതുകൊണ്ട് അല്ലേ ബാണൻ്റെ ചിറകുകൾ പോലെ തോന്നിപ്പിക്കുന്ന കൺപീലികളും ഒക്കെയുള്ള ആ വിഷയവിരക്തിയെ നശിപ്പിച്ച് ശൃംഗാരവികാരങ്ങളെ ഉൽപ്പാദനം ചെയ്യുന്നതാകുന്നു. ബാണധർമ്മമായ കർണവ്യാപ്തി, അന്ധവ്യാപ്തി, കങ്കപത്രം, വിഷയവിരക്തി, ജ്ഞാനം എന്നീ 3 ഗുണവും അല്ലേ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 അത് അടുത്ത ശ്ലോകത്തിൽ നന്നായി വിവരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ 3 ഗുണവും ഇവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് മാരബാണവിലാസം, മാരൻ എന്ന് പറഞ്ഞാലും കാമദേവൻ തന്നെയാണ്, ആ ബാണവിലാസം യുക്തമാകുന്നു.
ആ ശ്ലോകത്തിന്. ഇനി പഞ്ചബാണന് സുന്ദരീ കടാക്ഷവും ഇഷ്ടമായ 6ാമത്തെ ബാണവുമാകുന്നു. പഞ്ചബാണന് ഈ സുന്ദരീ കടാക്ഷം, നല്ല സുന്ദരികളായ സ്ത്രീകളുടെ നോട്ടവും ഒക്കെ ഇഷ്ടമാണ്. അപ്പം കടാക്ഷബാണം അരവിന്ദാദി 5 ബാണങ്ങൾക്കും, 5 പൂക്കളാണല്ലോ, 5 കാമദേവൻ്റെ അമ്പുകളൊക്കെ പൂക്കളാണ്, 5 പൂക്കളാണ്. അപ്പോൾ 5 ബാണങ്ങൾക്കും തുല്യമായ ഒന്നാണ് പഞ്ചബാണ സാധ്യം എന്ന് പറയാം. അപ്പോൾ കടാക്ഷ ബാണത്താലും സാധിക്കും എന്ന് സാരം. അപ്പോൾ ഈ ശ്ലോകം ഒന്നും കൂടെ വായിച്ചർത്ഥം ഒന്നും കൂടി പറയാം. ഗതേ കർണാഭ്യർണം ഗരുദൈവ ഭഷ്മാണി ദതതി പുരാം ഭേത്തുശ്ചിത്ത പ്രശമരസവിദ്രാവണബലേ ഇമേ നേത്രേ ഗോത്രാധരപതികുലോത്തം സകലികേ തവാകർണാകൃഷ്ടസ്മരശരവിലാസം കലയതക. ഗതേ കർണാഭ്യർണം, കർണാഭികീ അർണം, ശ്രോത്ര സമീപത്തെ പ്രാപിച്ചും, ഗരുഡ ഇവ, ഗരുഡൻ്റെ ചിറകുകൾ വലിയ ചിറകുകളാണോ തോന്നും വണ്ണം ഇരിക്കുന്ന, പഷ്മാണി ദതതി, കൺപീലികളെ ധരിച്ചും, പുരാംഭേത്തു, ത്രിപുരാന്തകൻ്റെ ചിത്തപ്രശമരസവിദ്രാവണബലെ, മനസ്സിലുള്ള വിരക്തിയാകുന്ന ശാന്തസ്വരത്തെ നശിപ്പിക്കുക എന്ന, ശാന്തരസത്തെ നശിപ്പിക്കുക എന്ന പ്രയോജനത്തോടു കൂടിയും ഈ 2 നേത്രങ്ങൾ പാർവതരാജകുലോത്തംസയായ പാർവതീദേവി എന്ന് സംബോധന ചെയ്തിട്ട് തവ നിന്തിരുവടിയുടെ ആകർണ്യ കർണപര്യന്തം വലിച്ചു പിടിക്കപ്പെട്ട മന്മഥൻ്റെ ബാണത്തിൻ്റെ വിലാസത്തെ കലയത ചെയ്യുന്നു. പാകർണ്യ കണ്ണുവരെ നീണ്ടത്, ആകൃഷ്ടം വലിച്ചിഴിക്കപ്പെട്ടത്, സ്മരശരം കാമദേവൻ്റെ അമ്പ്, വിലാസം ചെയ്തികൾ. അല്ലയോ പർവ്വതരാജകുലോത്തംസയായ പാർവതീദേവി, നിന്തിരുവടിയുടെ ശ്രോത്ര സമീപത്തെ പ്രാപിച്ചും ചെവികളുടെ അറ്റം വരെ നീണ്ടതും വലിയ തൂവലുകളാണോ എന്ന് തോന്നും വണ്ണമുള്ള കൺപീലികളെ ധരിച്ചും, ത്രിപുരാന്തകൻ്റെ അല്ലെങ്കിൽ മഹാദേവൻ്റെ മനസ്സിലുള്ള ശാന്തരസത്തെ നശിപ്പിക്കുക എന്ന പ്രയോജനത്തോടു കൂടിയും ഇരിക്കുന്ന ഈ 2 കണ്ണുകൾ കർണപര്യന്തം വലിച്ചു പിടിക്കപ്പെട്ട മന്മഥബാണത്തിൻ്റെ വിലാസത്തെ ചെയ്യുന്നു. ഇനി ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, കങ്കപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കഴുകൻ, പരുന്ത് തുടങ്ങിയ പക്ഷികളുടെ ചിറകുകളെയാണ്, തൂവലുകളെയാണ്. അപ്പോൾ ഗരുത എന്ന് പറഞ്ഞാൽ ചിറകെന്നർത്ഥം. ഗരുന്മൻ എന്ന് പറഞ്ഞാലോ ഗരുഡൻ. അപ്പോൾ ഈ തൂവലുകൾ എന്നത് ബാണങ്ങളുടെ ചിറകായി ഉപയോഗപ്പെടുത്തുന്ന പരുന്തെന്ന പക്ഷിയുടെ തൂവലാകുന്നു. ബാണത്തിൻ്റെ ചിറകെന്ന് സാരം. അല്ലയോ ദേവി, നിന്തിരുവടിയുടെ ഹൃദയകമലത്തിൽ കാണുന്ന, അതായത് ഈ എഴുതുന്ന എഴുത്തുകാരൻ, അതായത് ശങ്കരാചാര്യർ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന, അദ്ദേഹത്തിൻ്റെ ഹൃദയകമലത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഈ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണുകൾ ചെവിയോളം വലിച്ചു പിടിക്കപ്പെട്ട മന്മഥബാണങ്ങളുടെ സൗഭാഗ്യത്തെ ചെയ്യുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഇവ കർണപര്യന്തം വ്യാപിച്ചും ബാണച്ചിറകുകൾ പോലെയുള്ള ഗോത്രരോമങ്ങളെ വ്യാപിച്ചും ബാണച്ചിറകുകൾ പോലെയുള്ള നേത്രരോമങ്ങളെ ധരിച്ചും ഇരിക്കുന്നു. ഈ മന്മഥബാണ പ്രയോഗത്തിൻ്റെ പ്രയോജനം ത്രിപുരാന്തകനായിരിക്കുന്ന പരമേശ്വരൻ്റെ അന്ധകരണത്തിലുള്ള വിഷയവിരക്തിയെ നശിപ്പിച്ച് ശൃംഗാരരസങ്ങളെ ഉൽപാദനം ചെയ്യുന്നതാകുന്നു. ബാണധർമ്മമായ കർണാന്തവ്യാപ്തി, കങ്കപത്രം, വിരക്തി ഭഞ്ജനം
എന്നീ 3 ഗുണവും ഉണ്ടെന്നുള്ളത് കൊണ്ട് മാരബാണവിലാസം എന്ന് പേര് കൊടുത്തു. പഞ്ചബാണന് സുന്ദരീ കടാക്ഷവും ഇഷ്ടമായ ആറാമത്തെ ബാണമാകുന്നു. ബാണം എന്ന് പറഞ്ഞാൽ അമ്പാകുന്നു. അപ്പം കടാക്ഷബാണം അരവിന്ദാദി 5 ബാണങ്ങൾക്കും തുല്യമായ ഒന്നാകുന്നു. അപ്പം മഹാദേവിയുടെ ആ നോട്ടം, ആ കടാക്ഷം 5 ബാണങ്ങൾക്ക് തുല്യമായതാകുന്നു. പഞ്ചബാണങ്ങൾ, 5 വെമ്പുകൾ, 5 പുഷ്പങ്ങളാണ് അല്ലേ? കടമ്പ പുഷ്പം, താമര, പിന്നെ എന്തൊക്കെയോ പുഷ്പങ്ങൾ, 5 പൂക്കളാണ്. അത് ബാണസാധ്യം കടാക്ഷബാണത്താലും സാധിക്കുന്നു എന്ന് സാരം. അപ്പോൾ ഒന്നും കൂടി ശ്ലോകം വായിച്ചിട്ട് അർത്ഥം ഒന്നുകൂടെ പറയാം. ഗതേ കർണാഭ്യർണം ഗരുദൈവ ഭഷ്മാണി ദതതി പുരാം ഭീത്തുശ്ചിത്ത പ്രശമരസവിദ്രാവണബലേ ഇമേ നേത്രേ ഗോത്രാധരപതി കുലോത്തം സകലികേ തവാകർണ്യാകൃഷ്ടസ്മരശരവിലാസം കലയതാം. അല്ലയോ പാർവതീദേവി, നിന്തിരുവടിയുടെ ചെവികളുടെ അറ്റം വരെ നീണ്ട കണ്ണുകളെ ധരിച്ചും കണ്ണുകളെ പ്രാപിച്ചും വലിയ തൂവലുകളാണോ എന്ന് തോന്നും വണ്ണമുള്ള കൺപീലികളെ ധരിച്ചും ത്രിപുരാന്തകൻ്റെ മനസ്സിലുള്ള ശാന്തരസത്തെ നശിപ്പിക്കുക എന്ന പ്രയോജനത്തോടും കൂടിയിരിക്കുന്ന ഈ 2 കണ്ണുകൾ കർണപര്യന്തം, ചെവി വരെ നീളമുള്ള കണ്ണുകളുടെ രോമങ്ങളെ ധരിച്ചും ത്രിപുരാന്തകൻ്റെ മനസ്സിലുള്ള ശാന്തരസത്തെ, അതായത് ആ വിരക്തിയെ നശിപ്പിക്കുക എന്ന പ്രയോജനത്തോടു കൂടിയിരിക്കുന്ന ഈ 2 കണ്ണുകൾ കർണപര്യന്തം വലിച്ചു പിടിക്കപ്പെട്ട മന്മഥബാണൻ്റെ അല്ലെങ്കിൽ മന്മഥബാണത്തിൻ്റെ വിലാസത്തെ ചെയ്യുന്നു എന്ന് സാരം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരി ഓം നാരായണ. അമ്മേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു.